എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഓലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണൊക്കെ അടുത്തെത്താറായല്ലോ. അപ്പോൾ ഓണത്തിന് നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമല്ലേ ഓലന്. ആ ഓലന് പലരും പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇളവനും മത്തങ്ങയും മമ്പയറും ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഓലന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഓലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം വേണ്ടത് നമുക്ക് മമ്പയറാണ് കേട്ടോ. അപ്പോൾ മമ്പയർ നമ്മൾ ഓലൻ തയ്യാറാക്കുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർന്നാൽ മതി. അതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് വാർത്ത് വെച്ചാൽ ഒരു ചെറുതായിട്ടൊരു മുള വരും പിറ്റേ ദിവസത്തേക്ക്. ആ മുള വന്ന മമ്പയറാണ് ഇതിന് ഏറ്റവും നല്ലതും കൂടുതൽ പ്രോട്ടീനും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് മമ്പയർ ഇതുപോലെ 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് ആ ഒരു നനവുള്ള ആ ഒരു പ്രതലത്തിലിട്ടതായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുള വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. നമുക്ക് എപ്പോഴാണ് ഓലൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ അപ്പം എടുത്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ മുള വന്നില്ല വെച്ചിട്ടും കുഴപ്പമില്ല, ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുതിർത്താനൊന്നും സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ ചുടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മത്തങ്ങയും ഇളവനുമാണ്. മത്തങ്ങയും ഇളവനും ഈ ഒരു വലിപ്പമുള്ള പീസസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടും ഏകദേശം ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടുണ്ട്. ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവ് എടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ളതാണെങ്കിൽ 2-3 മതിയാവും. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം 1-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ പൊളിച്ച് ചിരവിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് 1-ാം പാലും പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും എടുത്താൽ മതി. ഇനി നമുക്കിത് വേവിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം മമ്പയറാണ് കേട്ടോ വേവിക്കേണ്ടത്. അപ്പോൾ മമ്പയറിൻ്റെ അതേ അളവിൽ പച്ചവെള്ളം ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2-ാം പാൽ കൂടുതൽ അളവിൽ എടുക്കുകയാണെങ്കിൽ ആ 2-ാം പാൽ ഒഴിച്ചിട്ടും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മമ്പയർ ഒന്ന് തള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ആദ്യം മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ മത്തങ്ങ ചേർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മത്തങ്ങ കുറച്ച് മൂത്ത മത്തങ്ങയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മത്തങ്ങ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇളവന് ഇളയതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. മത്തങ്ങ ഒന്ന് വെന്ത് ഒരു പകുതി ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ കുമ്പളങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഇളവന് കുമ്പളങ്ങ എന്നാട്ടോ പറയാറുള്ളത്. ആ ഭാഗത്തൊക്കെ ഇളവൻ തന്നെ ആവില്ലേ പറയാറുള്ളത്, എനിക്കറിയില്ല. നിങ്ങളെ ഭാഗത്തിന് വേറെ ഏതെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് 2-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു ഹാഫ് പിന്നെ വേവാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇളവൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. തിള വന്നാൽ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അടിക്ക് പിടിക്കും മൺചട്ടി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇളയ മത്തങ്ങയാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇളവനാണ് മൂത്തത് കിട്ടിയതെങ്കിൽ ആദ്യം ഇളവൻ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് വേവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് ഇളവനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യാം. തിള വന്നതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊന്ന് പാകാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് മൺചട്ടി ആയതുകൊണ്ട്. പിന്നെ നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇതിങ്ങനെ കിടന്ന് വറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഓലന. എനിക്ക് സദ്യ വിളമ്പുന്ന സമയത്ത് ഞാൻ ആദ്യം ഓലന കഴിക്കുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് സദ്യ വിഭവങ്ങളിൽ ഓലന്. ഇപ്പം കാളനൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു വിഭവമാണ് ഓലന. ഈ മമ്പയറും മത്തങ്ങയും ആ ഇളവനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ ചിലർ ഈ മത്തങ്ങ മാത്രം വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കും. ചിലർ ഈ ഇളവൻ മാത്രം വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കും. ചിലർ ഇളവനും അതുപോലെ മമ്പയറും ചേർത്തിട്ട് ഓലൻ ഉണ്ടാക്കും. അങ്ങനെ പലരും പല ടൈപ്പിലാണ് ഓലൻ ഉണ്ടാക്കൽ. ഈ ഒരു ടൈപ്പിൽ ഓലൻ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇനിയിപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
വേഗം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം അത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓലന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആ ചൂടിൽ തന്നെ കിടന്നിട്ട് അങ്ങോട്ട് ശരിയായിക്കോളും. നല്ല വെള്ളം വറ്റിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഉടനെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് കറിവേപ്പില താളിച്ച് ഒഴിക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാവുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ കറിവേപ്പില ഒന്ന് ക്രിസ്പി ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കടുകൊന്നും ഇടരുത് കേട്ടോ, വെറും കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഈ ഓണത്തിന്. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും ഓലൻ തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് മത്തങ്ങയും അതുപോലെ ഇളവനും മമ്പയറും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് എന്തായാലും വാങ്ങുമല്ലോ. അപ്പോൾ ഇളവനും മത്തങ്ങയും എന്തായാലും എല്ലാവരുടെ വീട്ടിലും അപ്പം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ഓലൻ തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനും തയ്യാറാക്കി നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും ആദ്യം ഇളവനോ അല്ലെങ്കിൽ മത്തങ്ങയോ മാത്രം വെച്ചിട്ടായിരുന്നു ഓലൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മൂന്നും കൂടി കോമ്പിനേഷൻ വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. ഈ ഓണത്തിന് തന്നെ എന്തായാലും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.